Hi friends, welcome to Garam Masala, the magic spices of cooking. വെള്ളപ്പോള അല്ലെങ്കിൽ മലബാർ വട്ടയപ്പം. ഇനി നമുക്ക് വെള്ളപ്പോള എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബസ്മതി റൈസ് 1 കപ്പ്, വേവിച്ചു വെച്ചിട്ടുള്ള അരി 1/2 കപ്പ്, തേങ്ങ 1 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, റവ 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, വെള്ളം. ആദ്യം നമുക്ക് ബസ്മതി റൈസിനെ 3-4 മണിക്കൂർ കുതിർത്തിയെടുക്കണം. അടുത്തതായി നമുക്ക് റവ വേവിച്ചെടുക്കാം. ഒരു സോസ് പാനിലോട്ട് നമുക്ക് റവ എടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ വേവിച്ചെടുക്കണം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കട്ട പിടിക്കരുത്. അങ്ങനെ നമ്മുടെ റവ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയിലോട്ട് റൈസ് എടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് നമുക്കിതിനെ അരച്ചെടുക്കണം. നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നന്നായി അരച്ചെടുക്കാം. വേവിച്ചു വെച്ചിട്ടുള്ള റവയെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിന്റെ കുറച്ച് ഭാഗം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിനു പകരമായി 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. കുറേശ്ശെ ബാറ്റർ ഒഴിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. 8 മണിക്കൂറാണ് കുറഞ്ഞത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഓവർനൈറ്റ് വെച്ചാലും മതിയാകും. ഇപ്പോൾ നമ്മുടെ സ്റ്റീമർ തയ്യാറായിട്ടുണ്ട്. ഒരു നെയ്യ് തടവിയ പാൻ സ്റ്റീമറിൽ വെച്ച് 1-2 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ പാനിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്യേണ്ട പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൻ്റെ അരഭാഗമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പോള കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ചൂടോടെ നമ്മുടെ പോള നല്ല സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ 15 മിനിറ്റ് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പോള തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പോളയും തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഡെലീഷ്യസ് വെള്ളപ്പോള അല്ലെങ്കിൽ വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, വെജിറ്റബിൾ സ്റ്റൂ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.